കൊല്ലം ജില്ലയിലെ ഒരു കൃഷിഫാമാണിത്. ഇളമാട് പഞ്ചായത്തിലുള്ള ഈ കൃഷിഫാം നടത്തുന്നത് മുൻ സർക്കാർ ഉദ്യോഗസ്ഥനും അഡ്വക്കറ്റുമായ സജീവാണ്. പ്ലാവൊക്കെ സൂപ്പർ പ്ലാവുകളെ മറ്റേ 45 ചക്ക പിടിച്ച് 45-ലധികം ചക്ക പിടിച്ചിരുന്നു. എന്റെ ഞെട്ടിലല്ലാതെ തന്നെ ചക്കയുടെ ഞെട്ടിലായി കിടക്കുന്നതല്ല. ഇതിപ്പം വന്ന് രണ്ടാമത്തെ ഉണ്ട്. കാലാവസ്ഥ പ്രശ്നമല്ലേ സാറേ? ഓ, അതൊന്നും ഒരു വിഷയമല്ല. എല്ലാം അങ്ങനെ ഇനി അങ്ങ് മേലോട്ടെല്ലാം ചക്ക കള പൊട്ടുവന്ന് കണ്ടിന്യൂസ് ഉണ്ട്. അതിനിപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് മേലെല്ലാം പിടിച്ചിട്ടുണ്ട്. മേലെല്ലാം ഇത് പിടിച്ചത് മേലിൽ പൊട്ടി കളർ പൊട്ടുന്നുണ്ട്. ആണ് ചക്ക ഒരു മേലൊക്കെ ഉരുട്ടി പിടിച്ചതാണ്. വലിയ ചക്ക പിടിക്കുന്നത്. വൈൻചെറി ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് കിട്ടുന്നത്. ഇത് കേവലം 5 മാസത്തിനകം മാത്രം 5 മാസമായി കാണത്തില്ല. തിപ്പല്ലി ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒറ്റ സ്റ്റമ്പാ തിപ്പല്ലിനെ. എന്റേതാണ് ഗ്രാഫ്റ്റ് ഏരിയ. കണ്ട് ഇതും കണ്ടില്ലേ? നമുക്കുള്ള ഈ കുരുമുളക് കർഷകർക്ക് അറിയാത്ത ഒരു സംഗതിയാണ് തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്യാന്നത്. തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ ഒരു പ്രത്യേകത അതിന്റെ വേരിന്റെ ഇത് സ്ട്രെങ്ത് ഉണ്ടോ? ഇതാണ് വേര്. ഇത് പിടിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു ഫാമിലിയാണ്. അപ്പോൾ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട ന്യൂട്രീഷൻസ് അല്ല, എന്ത് സബ്സ്റ്റൻസ് ഉണ്ടോ അത് മൊത്തം അബ്സോർവ് ചെയ്ത് മേൽ കൊടുക്കും. മാത്രമല്ല കറക്റ്റ് ഫിൽറ്ററിങ്ങോ. കറക്റ്റ് ഫിൽറ്ററിങ് ആയതുകൊണ്ട് എന്താ ഈ അസുഖമൊന്നും വരത്തില്ല. ഇതിനെ അറിയണമെങ്കിൽ ഇതിനകത്ത് കയറിൻ്റെ ആ കാര്യങ്ങളുണ്ടോ? ഇത് കുമ്പുക്കലെന്ന് പറയും. കുമ്പുക്കൽ ഇതെല്ലാം ഒരു എനവാ. ഇതിനെ ഇനി കെട്ടിയ മേലെ വിട്ടിട്ട് ഇവിടെ പിടിച്ചെല്ലാം കൂടെ സ്ട്രേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഈ കൊന്ന 1 വർഷം ആകുമ്പോഴത്തേക്ക് കൊന്ന കണക്കും. 1 വർഷം വേണം. ഒന്നും ഞാനിതിന് വളരെ ഞാൻ അനുവദിക്കുന്നുണ്ട്. എനിക്കിതിന് കത്തി എടുക്കാനാണ്. ഞാൻ നല്ല കത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തിപ്പല്ലിയാ. ഈ തിപ്പല്ലി കയറി വന്നിട്ട് നല്ല ഈ തിപ്പല്ലിൽ ഞാൻ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് തിപ്പല്ലി അടിയിൽ നിന്ന് പൊട്ടി കയറി വന്നായിരുന്നു. ഇത് അടിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഇവിടെ കുരുമുളകിൻ്റെ കയറി വരുന്നത്. അതെ, ഇവിടെ കുരുമുളകിൻ്റെ ഗ്രാഫ്റ്റ് കാണും. അതാ അത് തിപ്പല്ലിയാണ്. അതിനകത്ത് നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് അത് പിടിച്ചു, ഗ്രാഫ്റ്റ് പിടിച്ചു. അതിനെ മുറിക്കും. അതിനിപ്പോൾ കയറി വന്ന് അതോ കയറി പോകും. കണ്ടിപ്പോൾ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്താണ്. സിംഗിൾ ഗ്രാഫ്റ്റ് ആയിരുന്നു ആദ്യം. അതിൽ പിന്നെ പൊട്ടി വന്നതിനകത്ത് ഞാൻ പിടിപ്പിച്ചു. എനിക്ക് അത്രയും കൂടെ എനിക്ക് സൈൻ കിട്ടുമല്ലോ, അതുകൊണ്ട് പിടിപ്പിച്ചു. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കെട്ടി വിടത്തേ ഉള്ളൂ. ഇതിപ്പോൾ അതിനെ മെയിൻ കെട്ടി വിടുന്നേ. ഇതെല്ലാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മെയിൻ ആയിട്ടുള്ളതിനെ കയറ്റി വിടും. ഇതോ ഇത് കുമ്പുക്കൽ. ഏറ്റവും കേരളത്തിൽ നിൽക്കുന്നതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് കുമ്പുക്കൽ. ഇത് രണ്ടും കുമ്പുക്കലാണ്. ഇത് തിപ്പല്ലിയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. ഇത് ഗ്രാഫ്റ്റ് പിടിപ്പിച്ച് ഗ്രാഫ്റ്റ് പിടിച്ചു രണ്ട് ചെറിയ കണ്ണ് കണ്ട്. അപ്പൊ ഇത് ഇനിയിപ്പോ അടുത്ത് ഇതിൽ പിടിപ്പിക്കും. തിപ്പല്ലിയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ റൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര നീളമുള്ള തിരിയുണ്ടല്ലോ. മൊത്തം താര് ഈ നീളത്തിൽ വന്നിരുന്നാലും താര് പിടിക്കുന്നു. കാരണം ഇതിന്റെ പോളിനേഷൻ നടക്കുന്ന മഴ കാണും. അല്ലെങ്കിൽ പിന്നെ താഴെ വീണ് കഴിഞ്ഞാൽ മഴയില്ലെങ്കിൽ നമ്മൾ റോക്കർ പമ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം.
സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പോളിനേഷൻ ആകും. ഇതിനകത്തുള്ള നൂൽമഴയിലാണുള്ള മേലുമേ ഉള്ള വെള്ളം ഇങ്ങനെ ഇട്ട് വീണിട്ടാണ് ഇതിന്റെ പോളിനേഷൻ പറയാൻ നടക്കുന്നത്. ആറെണ്ണം തൈ എൻ്റെ കയ്യിലുള്ളൂ. കരിമുണ്ട നമുക്ക് ആന എടുക്കാൻ പാടാം. ഇതൊക്കെ കുമ്പുകലാണ്. കുമ്പുകലിന്റെ ഇത് കുമ്പുകലാണ്. ഭയങ്കര പിടുത്തമായിരുന്നു ഇലയും വ്യത്യസ്തമായവരല്ലേ? ഇതിനകത്ത് പിടിച്ചിരിക്കുന്നുണ്ടോ? ശരിക്കും താര് വീഴും. അതൊക്കെ നോക്കുക. ഇതിന്റെ പ്രത്യേകത ഉണ്ട് കുമ്പുകലിന്റെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മുഴുപ്പും ആ പിടുത്തും അപ്പുറത്തൊക്കെ നോക്കണം. ബെസ്റ്റ് ക്വാളിറ്റി സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ വെള്ളം ഇന്ന് കേരളത്തിൽ കുരുമുളക് വേറെ ഇല്ല. ഭയങ്കര വില. ഒരു ടിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു തൈക്ക് 150 രൂപ വില. അതേപോലെ ഭയങ്കര മുഴുപ്പല്ലേ. മെനക്കേടാണ്. പിടിച്ചകത്തി ഇവനെ കെട്ടും. അതുകൊണ്ട് ഈ കയറിയൊന്നും ഉണ്ടല്ലോ. ഇതിനെയും പിടിച്ച് ഞാൻ കെട്ടും. ഇതെല്ലാം കൂടെ ഒരു സൈസിലങ്ങ് കെട്ടും. ഒരേ ടൈപ്പിലും കെട്ടുമ്പോഴത്തേക്ക് ഉണ്ടേ അടുത്ത ബാച്ച് കയറി വരും. അപ്പോൾ ഇതിനെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണ് ഞാൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യും. ഇതൊരു മലേഷ്യൻ ജയിലിൻ്റെ മണ്ടൊരു ഇതിപ്പം വന്ന് താഴ്ച ഭയങ്കര കപ്പയ്ക്കായിരിക്കും. ഇപ്പം മേലെ വന്നപ്പോഴത്തേക്ക് കപ്പ ഉണങ്ങിപ്പോണ്ട് അങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഇത്രയുള്ള കപ്പയ്ക്കാണ്. ഇത്രയും കറവുണ്ട്. നല്ല റെഡ് കളറാണ് പഴത്തിന്. പിന്നെ അത് ഹാർഡുമാണ് സംഭവമേ. നല്ല ടേസ്റ്റ് ആയത്. അടുത്തതായി നമുക്ക് തെക്കൻ 2 എന്ന കുരുമുളകിനെ കുറിച്ചറിയാം. ഒരു ഞെട്ടിൽ ഇത്രമാത്രം തിക്കട്ട് അത് പിടിക്കുന്നു. ആണ്ട അത് ആ കൊന്നലിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഇതെൻ്റെ എൻ്റെ താര് വരുന്ന സ്റ്റേജാണ്. നമ്മൾ ഇങ്ങനെ ചെവിട്ടിനെ ഇങ്ങനെ ആവാൻ വേണ്ടി എന്ത് കട്ട് ചെയ്ത് വരുന്ന വണ്ടി കട്ട് ചെയ്ത് വിടണം അല്ലേ? അതങ്ങനെ പൊട്ടി ആയിക്കോളൂ. കാരണം അത് തന്നെ ഇതിന് ചവിട്ടിന്ന് അതിലോട്ട് പിടിച്ച് വെച്ച് വിട്ടതാ. ഇത് എനിക്ക് വള്ളി എടുക്കാൻ വേണ്ടി കട്ട് ചെയ്യാം. അടിയിൽ വരുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുക്കില്ല. ഇതാണ്ടേ ഇത് കണ്ടില്ലേ? ഇതാണ്ടേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്ന. ഇതൊക്കെ എത്ര തവണ കട്ട് ചെയ്ത് മാറ്റിയതറിയോ? എത്ര ഓരോ കയറിയാലും ഇത് കയറി പോകും. കാരണം ആ മേലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മടക്കിയിട്ടാ തണ്ട് വെച്ച്. ഇത് ഞാൻ തൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മടക്കുന്നത്. ഇത് മാംഗോസ്റ്റീൻ. കറ ഇത് മെഡിസിൻ പോലെയുള്ള സാധനം കേട്ടോ. ചെറിയ കയ്പുണ്ടെങ്കിലേ അത് ചെറിയ വലുതാണ് കറ ഇറങ്ങി.